പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ സയൻസ് ഹിസ്റ്ററി വിഭാഗത്തിലെ 7ാമത്തെ അധ്യായം കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യകാലഘട്ടത്തെക്കുറിച്ചിട്ടാണ്. കേരളത്തിലെ മധ്യകാലം അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു, മധ്യകാലഘട്ടത്തിലെ പ്രധാന അധികാര രൂപങ്ങൾ ഏതൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തൊഴിലും മറ്റ് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും എപ്രകാരമായിരുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മധ്യകാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള സാംസ്കാരികമായ സമന്വയത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അക്കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന വിവിധ ജാതി മത ചിന്തകളെയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള അവരുടെ സംസ്കാര രീതികളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നീട് പറഞ്ഞത് നമ്മൾ അക്കാലത്ത് നിലനിന്നിരുന്ന ചില സാമൂഹിക നിയന്ത്രണങ്ങളെക്കുറിച്ചായിരുന്നു. സാമൂഹ്യ നിയന്ത്രണങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്നും അത് ലംഘിക്കുന്നവർക്ക് ആ കാലഘട്ടത്തിൽ നൽകിയിരുന്ന വിവിധങ്ങളായിട്ടുള്ള ശിക്ഷാരീതികളെക്കുറിച്ചും ആ ശിക്ഷാരീതി നടപ്പാക്കുന്നതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സാമൂഹിക പദ്ധതിക്കനുസരിച്ച് ആ ശിക്ഷാരീതികളിൽ വ്യത്യാസമുണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് മധ്യകാലഘട്ടത്തിലെ പ്രധാന ഭാഷ ഏതായിരുന്നു, ആ ഭാഷയിൽ 15ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഗ്രന്ഥകർത്താക്കളെ പരിചയപ്പെടുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളം എന്ന് പറയുന്നത് പണ്ട് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ കേരളത്തിൽ അന്ന് പ്രാചീന രീതിയിലുണ്ടായിരുന്ന ഭാഷ എന്ന് പറയുന്നത് തമിഴകം തന്നെയായിരുന്നു. പിന്നീട് ആ തമിഴകത്തെ ഭാഷകളിൽ നിന്നുമാണ് നമ്മൾ വിവിധ കൃതികൾ ഉണ്ടാകുന്നതും പിന്നീട് സംസ്കൃതം ഒരു ഭാഷയായി മാറുന്നതും ആ ഭാഷയിലൂടെ നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടുള്ളതും പിന്നീട് അതിൻ്റെ പരിഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങേണ്ടായി. ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളെയും അനുബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാഠഭാഗമാണ് നമുക്കിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കേരളത്തിൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിവിധ ഭാഷകളെക്കുറിച്ച് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇനി പറയുന്നത് മധ്യകാല കേരളത്തിലെ ഭാഷയെക്കുറിച്ചാണ്, ലാംഗ്വേജിനെ കുറിച്ചാണ്. നമുക്കറിയാം, പ്രാചീന കാലത്ത് കേരളം തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യകാലത്തും തമിഴിൻ്റെ സ്വാധീനവും സംസ്കൃതത്തിൻ്റെ സ്വാധീനവുമുള്ള ഒരു മലയാള ഭാഷയാണ് ഉണ്ടായിരുന്നത്. മധ്യകാലത്തിലെ മലയാള ഭാഷ എന്ന് പറയുന്നത് തമിഴ് കലർന്നതായിരുന്നു, അതുപോലെ തന്നെ സംസ്കൃതവും കലർന്നതായിരുന്നു. 9ാം നൂറ്റാണ്ട് മുതൽ വട്ടെഴുത്ത് സ്ക്രിപ്റ്റിലെഴുതിയ ലിഖിതങ്ങളിലാണ് ഈ രീതിയിലുള്ള മലയാള ഭാഷ കാണുന്നത്. ഇതിന് ഉദാഹരണങ്ങളാണ് തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, അതുപോലെ തന്നെ തിരുനെല്ലി സ്ക്രിപ്റ്റ്, തിരുനെല്ലി ഈഡിക്ട്സ്, അതുപോലെ തന്നെ തരിസാപ്പള്ളി ഈഡിക്ട്സ്. ഇതൊക്കെ ഈ വട്ടെഴുത്തിലെഴുതിയ മലയാളവും സംസ്കൃതവും തമിഴും കലർന്ന ഭാഷയ്ക്ക് ഉദാഹരണമാണ്. ഇനി 12ാം നൂറ്റാണ്ടിന് ശേഷം ഈ ഭാഷയിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. 12ാം നൂറ്റാണ്ടിന് ശേഷം മലയാളത്തിൻ്റെ സ്വാധീനം കൂടി വന്നു. തമിഴും സംസ്കൃതവും പതുക്കെ അപ്രത്യക്ഷമായിക്കൊണ്ട് കൂടുതൽ മലയാളം ഭാഷയിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ 12ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കൃതിയായിരുന്നു രാമചരിതം. ഇത് മലയാളത്തിലെ ആദ്യകാല കൃതിയാണ്. ഇത് കൺസിഡേർഡ് ആസ് ആൻ ഏർലി മലയാളം ബുക്ക് എന്നാണ് ഈ രാമചരിതത്തെ കണക്കാക്കുന്നത്. ഇനി 14ാം നൂറ്റാണ്ട് ആയപ്പോഴേക്ക് മണിപ്രവാള സാഹിത്യകൃതികൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ മണിപ്രവാള സാഹിത്യകൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം ഇടകലർത്തിക്കൊണ്ട് മലയാളത്തിൽ രചിച്ച സാഹിത്യകൃതികളാണ് മണിപ്രവാളം എന്നറിയപ്പെടുന്നത്. ഈ മണിപ്രവാള കൃതികളിൽ പദ്യരൂപത്തിലുള്ള കൃതികളുണ്ട്, അതുപോലെ തന്നെ ഗദ്യരൂപത്തിലുള്ള കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അക്കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മണിപ്രവാള കൃതികളായിരുന്നു, മണിപ്രവാള ബുക്സ് ആയിരുന്നു ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, അനന്തപുര വർണ്ണനം, വൈശികതന്ത്രം. എന്നാൽ 15ാം നൂറ്റാണ്ടോടെ ഇത്തരം റൈറ്റിംഗ് സ്റ്റൈലിൻ്റെ, ലിറ്ററേച്ചർ സ്റ്റൈലിൻ്റെ അന്ത്യമായി. 15ാം നൂറ്റാണ്ടോടെ ഇത്തരം രചനകൾ അവസാനിക്കുകയുണ്ടായി. 14ാം നൂറ്റാണ്ടിൽ തുടങ്ങി 14ാം നൂറ്റാണ്ടിൽ തുടങ്ങിയെങ്കിലും 15ാം നൂറ്റാണ്ടോടെ ഇത് അവസാനിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതുകൂടാതെ ചെറുശ്ശേരി എഴുതിയ
കൃഷ്ണഗാഥയും അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യകൃതിയാണ്. ഇനി 17-ാം നൂറ്റാണ്ടിലേക്ക് വരുന്ന സമയത്ത് അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യകൃതികളായിരുന്നു ഭക്തി പ്രസ്ഥാനവുമായി, ഭക്തി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട്, ഭക്തി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട സാഹിത്യകൃതികളുണ്ടായിരുന്നു. അങ്ങനെ രൂപം കൊണ്ട പ്രധാനപ്പെട്ട കൃതികളാണ് പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാന, അതുപോലെ ശ്രീകൃഷ്ണ കർണാമൃതം, ഈ 2 കൃതികൾ. ഇതുകൂടാതെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അന്ത്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഇതൊക്കെ ഭക്തി ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് 17-ാം നൂറ്റാണ്ടിൽ രചിച്ച പ്രധാനപ്പെട്ട സാഹിത്യകൃതികളാണ്. ഇനി 18-ാം നൂറ്റാണ്ടിലേക്ക് വരുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടുകളും അതുപോലെ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും അന്നത്തെ പ്രധാനപ്പെട്ട സാഹിത്യകൃതികൾക്ക് ഉദാഹരണമാണ്. ഇതുകൂടാതെ വായ്മൊഴി പാട്ടുകളായ തെക്കൻ പാട്ട്, വടക്കൻ പാട്ട്, ഇതൊക്കെ അക്കാലത്ത് പ്രചരിച്ചിരുന്നു. പ്രധാനപ്പെട്ട വായ്മൊഴി പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, അതുകൂടാതെ തോറ്റം പാട്ടുകൾ, കൊയ്ത്തുപാട്ടുകൾ, പടപ്പാട്ടുകൾ, ഇവയൊക്കെ. ഈ വടക്കൻ പാട്ട് എന്ന് പറയുന്നത് പോർവീരന്മാരെ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പോർവീരന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന പാട്ടുകളാണ്. പ്രധാനമായും തച്ചോളി ഒതേനനെ പ്രകീർത്തിച്ചിട്ടാണ് ഈ വടക്കൻ പാട്ടുകൾ ആലപിക്കാറുള്ളത്. കൂടാതെ ആരോമൽ ചേകവരെ കുറിച്ചും പാട്ടുകൾ പാടാറുണ്ട്. ഇനി തെക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശത്തിൻ്റെ ചരിത്രം, പ്രദേശത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ തന്നെ അവരുടെ പുകഴ്ത്തുന്ന പാട്ടുകൾ, യക്ഷികളെ കുറിച്ചുള്ള പാട്ടുകൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങളുള്ള പാട്ടുകൾ തെക്കൻ പാട്ടുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭാഷയെക്കുറിച്ചും 15-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആ ഗ്രന്ഥകർത്താക്കളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.